നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഹെഡ്ലൈൻസ്. മാസപ്പടി കേസിനെ ഗൗരവമായി കാണുന്നില്ലെന്ന് മുഖ്യമന്ത്രി. കേസ് കോടതിയിൽ നടക്കട്ടെ. മകളുടെ സ്ഥാപനത്തിന് ലഭിച്ചത് കള്ളപ്പണമല്ല. നിങ്ങൾക്ക് വേണ്ടത് എന്റെ രക്തമെന്നും അത് അത്ര വേഗം കിട്ടില്ല എന്നും പിണറായി വിജയൻ. എന്റെ രാജി മോഹിച്ച് നിന്നോളൂ എന്നും മറുപടി. മാസപ്പടി കേസിലെ SFIO തുടർ നടപടികൾക്ക് സ്റ്റേ ഇല്ല. കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെ റദ്ദാക്കാൻ കഴിയുമെന്ന് ഡൽഹി ഹൈക്കോടതി. മുമ്പ് കേസ് പരിഗണിച്ച ബെഞ്ചിലേക്ക് CMRLന്റെ ഹർജികൾ മാറ്റി. ഈ മാസം 21-ന് ബെഞ്ച് വാദം കേൾക്കും. കുറ്റപത്രത്തിൽ ശശിധരൻ കർത്ത 1-ാം പ്രതി, മുഖ്യമന്ത്രിയുടെ മകൾ വീണ 11-ാം പ്രതി. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ ചോദ്യം ചെയ്യാൻ ED. SFIO രേഖകൾ പരിശോധിച്ച ശേഷം ഹാജരാകാൻ നോട്ടീസ് നൽകും. നീക്കം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം നേരത്തെ എടുത്ത കേസ് ആവിയായി പോകില്ലെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ. വീണയ്ക്ക് EDയുടെ മുന്നിൽ ഹാജരാകേണ്ടി വരുമെന്ന് ഷോൺ ജോർജ്. മുനമ്പം വഖഫ് തർക്കത്തിൽ ഭൂമി കൈമാറിയ സിദ്ദിഖ് സേട്ടിന്റെ കുടുംബത്തിൽ ഭിന്നത. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് മകൾ സുബൈദയുടെ മക്കളുടെ പുതിയ സത്യവാങ്മൂലം. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് ഫറൂഖ് കോളേജ് 1969-ൽ സത്യവാങ്മൂലം നൽകിയെന്ന് ബോർഡിന്റെ വാദം. ബീഹാറിൽ ഇടിമിന്നലേറ്റ് 13 പേർ മരിച്ചു. 4 ജില്ലകളിലായാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. ഇന്ന് രാവിലെയുണ്ടായ അതിശക്തമായ മഴയിൽ കനത്ത നാശനഷ്ടം. രാജ്യം ബാലറ്റിലേക്ക് മടങ്ങണമെന്ന് കോൺഗ്രസ്. BJPയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആരോപണവുമായി നേതാക്കൾ. മഹാരാഷ്ട്രയിലെ അട്ടിമറിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിന്നെന്ന് രാഹുൽ ഗാന്ധി. EVMകൾ ഉപേക്ഷിക്കണമെന്ന് മല്ലികാർജുൻ ഖർഗെ. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കി അഹമ്മദാബാദിലെ AICC സമ്മേളനം. G. സുധാകരനെ വസതിയിലെത്തിക്കണ്ട് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. ബേബിയെ പ്രശംസിച്ച് G. സുധാകരൻ. ബേബിയുമായി ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ബന്ധം. തീക്കനൽ ചവിട്ടിക്കയറിയാണ് G. സുധാകരൻ പ്രസ്ഥാനത്തിന്റെ അമരത്തെത്തിയതെന്ന് MA ബേബി. കൂടിക്കാഴ്ച. സംസ്ഥാന ജില്ലാ നേതൃത്വത്തിനെതിരെ G. സുധാകരൻ അതൃപ്തി പരസ്യമാക്കുന്നതിനിടെ. പാതിവില തട്ടിപ്പ് കേസിൽ സായിഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറിന് ജാമ്യമില്ല. ഹർജി ഹൈക്കോടതി തള്ളി. ആനന്ദകുമാറിന്റെ ആരോഗ്യസ്ഥിതി മോശമെന്നും കസ്റ്റഡിയിൽ ലഭിച്ചില്ലെങ്കിൽ ജയിലിലെത്തി ചോദ്യം ചെയ്യുമെന്നും ക്രൈംബ്രാഞ്ച്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കെ രാധാകൃഷ്ണൻ MPയെ സാക്ഷിയാക്കാൻ ED. ഇനി വിളിപ്പിക്കില്ല. ഇന്നലെ മൊഴിയെടുത്തത് 7 മണിക്കൂർ. കേസിൽ ഈ മാസം തന്നെ അന്തിമ കുറ്റപത്രം സമർപ്പിക്കും. ഡ്രൈഡേയിൽ മദ്യം വിളമ്പുന്നതിൽ ഹോട്ടലുകൾക്ക് ഇളവ് നൽകി സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം. 3 സ്റ്റാർ വരെയുള്ള ഹോട്ടലുകളിൽ 1-ാം തീയതി മദ്യം വിളമ്പാം. ഹോട്ടലുകളിൽ ടൂറിസം കോൺഫറൻസുകൾ ഉണ്ടെങ്കിൽ പ്രത്യേക ഫീസ് ഈടാക്കി മദ്യം നൽകാം. 3 സ്റ്റാർ വരെയുള്ള ഹോട്ടലുകളിൽ കള്ള് വിളമ്പാനും അനുമതി. ബാറിന്റെ പ്രവർത്തന സമയത്തിൽ മാറ്റമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ വാഹക കപ്പലുകളിലൊന്നായ MSC തുർക്കി വിഴിഞ്ഞം തുറമുഖത്ത്. കപ്പലിന് 399 മീറ്റർ നീളവും 61 മീറ്റർ വീതിയും. ഇതുവരെ വിഴിഞ്ഞത്തെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പൽ. ഭീമൻ കപ്പലിന് ടഗ് ബോട്ടുകളുടെ വാട്ടർ സല്യൂട്ട്. കപ്പൽ 2 ദിവസം വിഴിഞ്ഞത്ത് തുടരും. വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികൾ 3-അംഗ ബെഞ്ച് പരിഗണിക്കും. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ, KV വിശ്വനാഥൻ എന്നിവരാണ് ബെഞ്ചിലെ മറ്റ് ജഡ്ജിമാർ. ഹർജികൾ ഈ മാസം 16-ന് കേൾക്കും. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുസ്ലിം ലീഗ് നേതാവ് MC കമറുദ്ദീനെ അറസ്റ്റ് ചെയ്ത് ED. ഫാഷൻ ഗോൾഡ് MD പൂക്കോയത്തങ്ങളും അറസ്റ്റിൽ. വിശദമായി ചോദ്യം ചെയ്യാൻ ഇരുവരെയും 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. N. പ്രശാന്ത് IASന്റെ സസ്പെൻഷൻ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടുന്നു. പ്രശാന്തിന്റെ പരാതികൾ നേരിട്ട് കേൾക്കാൻ ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. അടുത്തയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട് N. പ്രശാന്തിന് നോട്ടീസ്. IAS പോരിനെ തുടർന്ന് സസ്പെൻഷനിലായത് കഴിഞ്ഞ നവംബറിൽ. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ പൂർത്തിയാകുന്നു. 8-ാം പ്രതി ദിലീപിന്റേതുൾപ്പെടെയുള്ള പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയായി. പ്രോസിക്യൂഷൻ വാദം കൂടി പൂർത്തിയായാൽ കേസ് വിധി പറയാൻ മാറ്റും. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന SKN40 കേരള യാത്ര പാലക്കാട് ജില്ലയിൽ. ഒറ്റപ്പാലത്തും വാണിയംകുളത്തും ചെർപ്പുളശ്ശേരിയിലും യാത്രയിൽ അണിനിരന്ന് ആയിരങ്ങൾ. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ മുഖ്യ പങ്കുവഹിക്കാൻ SKN40 യാത്രയ്ക്ക് കഴിയുന്നുണ്ടെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ്. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർക്ക് നൽകിയ അഭിമുഖത്തിലെ ഉറപ്പ് പാലിച്ച് മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയാൻ വിപുലമായ കർമ്മ പദ്ധതിയുമായി സർക്കാർ. ഈ മാസം 16-ന് മതമേലധ്യക്ഷന്മാരുടെ യോഗം. സർവകക്ഷി യോഗം 17-ന്. വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം തടയാൻ പ്രത്യേക ജാഗ്രത. പോലീസ് എക്സൈസ് സംയുക്ത നടപടി വ്യാപിപ്പിക്കാനും തീരുമാനം.
ലഹരിക്കെതിരായ നടപടികൾ വിശദീകരിക്കാൻ എല്ലാ ആഴ്ചയിലും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കാതെ കേന്ദ്ര സർക്കാർ. നിലവിലെ തീരുമാനം മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിന്റേതെന്ന് സത്യവാങ്മൂലം. RBI മാനദണ്ഡപ്രകാരം ആശ്വാസ നടപടികൾ സ്വീകരിക്കണമെന്നാണ് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ ശുപാർശയെന്നും കേന്ദ്രം ഹൈക്കോടതിയിൽ. ഇടുക്കി കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസിന്റെ ആത്മഹത്യയിൽ പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി പോലീസിന്റെ കുറ്റപത്രം. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ജീവനക്കാരെ മാത്രം പ്രതികളാക്കിയാണ് കുറ്റപത്രം. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് സോളിഡാരിറ്റി SIO സംഘടനകൾ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തി വീശി, ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ സുപ്രധാന ഉത്തരവുമായി ഹൈക്കോടതി. എറണാകുളം സെന്റ് മേരീസ് ബസലിക്ക അഡ്മിനിസ്ട്രേറ്റർക്ക് മതിയായ സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. സിറ്റി പോലീസ് കമ്മീഷണർക്കും SHOക്കുമാണ് നിർദ്ദേശം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാരുടെ സമരത്തെ തള്ളി മുഖ്യമന്ത്രി. സമരം തീർക്കണമെന്ന് സമരക്കാർ കൂടി വിചാരിക്കണം. സർക്കാരിന് പിടിവാശിയില്ല എന്നും പിണറായി വിജയൻ. സമരം തുടരുമെന്ന് ആശമാർ. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ട ഉപവാസവുമായി വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സ്. ജനകീയ ഹോട്ടലുകളുടെ നിരക്ക് വർദ്ധിപ്പിച്ച് സർക്കാർ. ഊണിന്റെ വില 20 രൂപയിൽ നിന്ന് 35 രൂപയാക്കി ഉയർത്തി. ജനകീയ ഹോട്ടൽ ആരംഭിച്ചത് സാധാരണക്കാരന് കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷണം ഉറപ്പാക്കാൻ. പോലീസിൽ പോക്സോ വിംഗ് ആരംഭിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. ഓരോ ജില്ലയിലും SIമാർക്ക് കീഴിലായിരിക്കും വിംഗ് പ്രവർത്തിക്കുക. ഇതിനായി 304 അധിക തസ്തികകൾ സർക്കാർ സൃഷ്ടിക്കും. വിഷു, തമിഴ് പുതുവർഷം ആഘോഷങ്ങൾ മുൻനിർത്തി സ്പെഷ്യൽ സർവീസുകൾ പ്രഖ്യാപിച്ച റെയിൽവേ. ആഘോഷ സീസണിലെ മുൻകാല തിരക്ക് പരിഗണിച്ചാണ് തീരുമാനം. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നു. 36 ഡിഗ്രി വരെ താപനില ഉയരാമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. PM ശ്രീ പദ്ധതി അംഗീകരിക്കുന്നതിൽ മന്ത്രിസഭ തീരുമാനമെടുക്കാതെ മാറ്റിവെച്ചു. നടപടി നയപരമായ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് വിശദമായ ചർച്ച വേണമെന്ന് മന്ത്രിമാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കേന്ദ്ര നിർദ്ദേശങ്ങളിൽ വ്യക്തത വന്ന ശേഷം അടുത്ത മന്ത്രിസഭായോഗം തീരുമാനമെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. എറണാകുളം ജില്ലാ ജയിലിൽ സംഘർഷത്തിനിടെ ജയിൽ വാർഡന്റെ കൈയൊടിച്ച പ്രതികൾക്കെതിരെ കാപ്പ പ്രകാരം നടപടി. പ്രതികളായ അഖിൽ, ഗണേഷ്, അജിത് എന്നിവരെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ 17 ലക്ഷം രൂപ തട്ടിയെടുത്ത യുവാവ് ഡൽഹിയിൽ പിടിയിൽ. മലപ്പുറം വള്ളുവങ്ങാട് സ്വദേശി മിഥിലാജാണ് പിടിയിലായത്. സമൂഹമാധ്യമം വഴി ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തി. കോഴിക്കോട് പോക്സോ കേസിൽ ആരോപണ വിധേയനായ അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത് സ്കൂൾ മാനേജർ. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അധ്യാപകനെ സംരക്ഷിച്ച് AEOക്ക് റിപ്പോർട്ട് നൽകിയ പ്രധാന അധ്യാപികയെയും സസ്പെൻഡ് ചെയ്തു. കണ്ണൂർ കണ്ണപുരത്ത് BJP സ്ഥാപിച്ച കൊടിമരം പോലീസ് വീണ്ടും നീക്കം ചെയ്തു. കൊടിമരം സ്ഥാപിച്ച തറയടക്കം തകർത്തു. BJPയുടെ കൊടിമരത്തിനൊപ്പം CPIMന്റെ കൊടികളും നീക്കി. നോക്കാമിനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. കൊല്ലം കൊട്ടാരക്കര ഉമ്മന്നൂർ പഞ്ചായത്തിൽ ഭരണകക്ഷി അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി. പാറക്കോറയ്ക്ക് ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിലാണ് കൂട്ടയടിയുണ്ടായത്. വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ 4 പേർക്ക് പരിക്ക്. എറണാകുളം റൂറൽ മേഖലയിൽ വൻ ലഹരിവേട്ട. അങ്കമാലിയിലും നെടുമ്പാശ്ശേരിയിലുമായി അന്തർ സംസ്ഥാന ബസ്സുകളിൽ നിന്ന് 125 ഗ്രാം MDMA പിടികൂടി. 2 പേർ കസ്റ്റഡിയിൽ. കണ്ണൂരിൽ മാതാപിതാക്കളുടെ മുന്നിലിട്ട് യുവാവിനെ കുത്തിക്കൊന്ന കേസിൽ പ്രതിക്ക് ജീവപര്യന്തം. തിമിരി സ്വദേശി ശരത് കുമാറിനെ കൊലപ്പെടുത്തിയ കേസിൽ അയൽവാസി ജോസ് ജോർജിനെയാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. റോഡിന് നടുവിൽ അകപ്പെട്ട പൂച്ചയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ യുവാവ് ലോറി ഇടിച്ചു മരിച്ചു. മരിച്ചത് കാളത്തോട് സ്വദേശി സിജോ. അപകടം തൃശൂർ മണ്ണുത്തി പാതയിൽ. പ്രോഗ്രസീവ് ടെക്കീസ് സംഘടിപ്പിക്കുന്ന ഓൾ കേരള IT എംപ്ലോയീസ് കലോത്സവമായ തരംഗ് 2025 തയ്യാറെടുപ്പുകൾ എറണാകുളം ഇൻഫോ പാർക്കിൽ ആരംഭിച്ചു. തരംഗ് സീസൺ 3യുടെ വെബ്സൈറ്റും രജിസ്ട്രേഷൻ പോർട്ടലും ഇൻഫോ പാർക്ക് CEO സുശാന്ത് കരുന്തിൽ പ്രകാശനം ചെയ്തു. ഏപ്രിൽ 21 മുതൽ മെയ് 8 വരെയാണ് കലോത്സവം. കൊച്ചിയിൽ ജാർഖണ്ഡ് സ്വദേശികൾ ഉപേക്ഷിച്ച കുഞ്ഞിനെ CWC ഏറ്റെടുക്കും. 2 മാസമായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരം. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം തൃക്കൈപ്പറ്റയിൽ നടന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ശിലാസ്ഥാപനം നിർവഹിച്ചത്. 105 വീടുകളാണ് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്നത്.
കൊട്ടാരക്കര പ്രവാസി സംഗമം ഞായറാഴ്ച ദുബായ് അൽനാസർ ലീഷ് ഐലൻഡിൽ. റംസാൻ, ദിൽഷ എന്നിവയുടെ നൃത്തം, അവിയൽ ബാൻഡിന്റെ സംഗീത വിരുന്ന് എന്നിവയുണ്ടാകും. നടനും TV അവതാരകനുമായ മിഥുൻ രമേഷും പങ്കെടുക്കും. താമരശ്ശേരി ശിവിലാവധക്കേസുമായി ബന്ധപ്പെട്ട് ഗ്രേഡ് SI നൌഷാദിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. നടപടി റേഞ്ച് DIG യതീഷ് ചന്ദ്രയുടേത്. കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തീരുമാനമെന്ന് വിശദീകരണം. ഗ്രേഡ് SIക്കെതിരെ നടപടിയെടുത്തത് ഭർത്താവ് യാസിറിനെതിരെ ഷിബില നൽകിയ പരാതി അവഗണിച്ചു എന്ന ആക്ഷേപത്തിൽ. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി പ്രധാന അറിയിപ്പുകൾ. തിരുവനന്തപുരം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ കീഴിൽ രൂപീകരിക്കുന്ന MSME ക്ലിനിക്കിലെ 40 അംഗ പാനലിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബാങ്കിംഗ്, GST അനുമതികളും ലൈസൻസുകളും ടെക്നോളജി, മാർക്കറ്റിംഗ്, നിയമം, DPR തയ്യാറാക്കൽ തുടങ്ങിയ മേഖലകളിലും വൈദഗ്ധ്യമുള്ളവർക്ക് അപേക്ഷ നൽകാം. തിരുവനന്തപുരം സരസ്വതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന്റെ നേതൃത്വത്തിൽ ജോബ് ഫെയർ സംഘടിപ്പിക്കും. മെഗാ ജോബ് ഫെയർ വട്ടിയൂർക്കാവ് സരസ്വതി സ്കൂളിൽ ഏപ്രിൽ 25 രാവിലെ 9 മണിക്ക് 100-ലധികം പ്രമുഖ കമ്പനികൾ പങ്കെടുക്കും. മാവേലിക്കര IHRDയുടെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ അക്കൗണ്ടിംഗ് ഇന്റേൺഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കൊമേഴ്സ് വിഷയത്തിൽ UG കോഴ്സ് ചെയ്യുന്നവർക്കും അപേക്ഷ നൽകാം. അസൽ സർട്ടിഫിക്കറ്റുമായി ഏപ്രിൽ 15 ഉച്ചയ്ക്ക് 12 മണിക്ക് കോളേജിൽ എത്തിച്ചേരണം. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ നൽകിയ പരാതികൾ തീർപ്പാക്കും. പരാതി പരിഹാര അദാലത്ത് മെയ് മാസത്തിൽ പങ്കെടുക്കുന്നതിനായി കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിയുടെ ഫിഷറീസ് ഓഫീസുകളിലോ ആലപ്പുഴ മേഖലാ ഓഫീസിലോ ഏപ്രിൽ 25 അപേക്ഷ നൽകണം. തൃശൂരിൽ അസാബ് കേരളയുടെ പാണ്ടിക്കാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. +2 പാസ്സായ 18 വയസ്സ് പൂർത്തിയായവർക്ക് ഏപ്രിൽ മാസത്തെ പുതിയ ബാച്ചിലേക്ക് പ്രവേശനം നേടാം. 18,000 രൂപയാണ് ഫീസ്. ഇൻസ്റ്റാൾമെന്റ് സൗകര്യം ലഭ്യമാണ്. പാലക്കാട് പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിൽ കരാറടിസ്ഥാനത്തിൽ പ്രൊജക്ട് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് നിയമനം. ഈ മാസം 21 രാവിലെ 10:30 പഞ്ചായത്ത് ഓഫീസിൽ കൂടിക്കാഴ്ച നടക്കും. ബിരുദവും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ 1 വർഷത്തെ പരിചയവുമാണ് യോഗ്യത. ദേശീയ വാർത്തകൾ. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറി അമേരിക്ക. 2 ദിവസത്തിനകം ഇന്ത്യയിലെത്തിക്കും. ഡൽഹിയിലും മുംബൈയിലും ജയിലുകൾ സജ്ജം. റാണയെ ചോദ്യം ചെയ്യാൻ പ്രത്യേക NIA സംഘം. മഹാരാഷ്ട്രയിലെ താനെയിൽ 10 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി 20-കാരൻ അറസ്റ്റിൽ. ചോക്ലേറ്റും ചിപ്സും നൽകി വീട്ടിലെത്തിച്ചാണ് പ്രതി ക്രൂരകൃത്യം ചെയ്തത്. കൊലപാതക ശേഷം മൃതദേഹം കെട്ടിടത്തിന് താഴേക്കിട്ടെന്നും പോലീസ്. നടൻ സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. 1000 പേജുള്ള കുറ്റപത്രം ബാന്ദ്രയിലെ കോടതിയിൽ സമർപ്പിച്ചു. പ്രതി ഷെരീഫുൽ ഇസ്ലാം ആക്രമിച്ചത് മോഷണ ശ്രമത്തിനിടെ. എയർ ഇന്ത്യ വിമാനത്തിൽ യാത്രക്കാരന് മേൽ സഹയാത്രികൻ മൂത്രമൊഴിച്ചതായി പരാതി. ഡൽഹി ബാങ്കോക്ക് A2336 വിമാനത്തിൽ ജനുവരിയിലാണ് സംഭവം. പലതവണ മുന്നറിയിപ്പ് നൽകിയെങ്കിലും യാത്രക്കാരൻ ചെവിക്കൊണ്ടില്ല എന്ന് ജീവനക്കാർ. സംഭവത്തിൽ നടപടിയെടുക്കാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിളിക്കുമെന്ന് എയർ ഇന്ത്യ. ജമ്മുകശ്മീരിൽ 2 ഇടങ്ങളിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. ഉദ്ധംപൂരിലെ രാംനഗറിലും കിഷ്ത്വാറിലുമാണ് ഒരേ സമയം ഏറ്റുമുട്ടലുണ്ടായത്. പ്രദേശത്തേക്ക് കൂടുതൽ സേനയെ വിന്യസിച്ചു. ഉത്തർപ്രദേശ് വാരാണസി കൂട്ടബലാത്സംഗ കേസിൽ 9 പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. 23 പേർ പീഡിപ്പിച്ചെന്ന് 19-കാരിയായ അതിജീവിതയുടെ മൊഴി. കേസിൽ മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. രാജസ്ഥാനിൽ ഉഷ്ണതരംഗം. ബാൽമോറിൽ താപനില 46 ഡിഗ്രി രേഖപ്പെടുത്തി. കഴിഞ്ഞ 56 വർഷത്തെ റെക്കോർഡ് മറികടന്നു. 20 ജില്ലകളിൽ താപനില 40 ഡിഗ്രിക്ക് മുകളിൽ. വഖഫ് നിയമ ഭേദഗതിയിൽ വിശദീകരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിയമ ഭേദഗതി കൊണ്ടുവന്നത് പ്രീണന രാഷ്ട്രീയത്തിനായി കോൺഗ്രസ് കൊണ്ടുവന്ന മാറ്റങ്ങൾ നിർവീര്യമാക്കാൻ. കോൺഗ്രസ് ലക്ഷ്യമിട്ടത് മതമൗലികവാദികളുടെയും ഭൂമി കയ്യേറ്റക്കാരുടെയും താൽപര്യം സംരക്ഷിക്കാനെന്നും പ്രധാനമന്ത്രി. മതസ്വാതന്ത്ര്യത്തിനും ഭരണഘടനയ്ക്കുമെതിരായ നീക്കമെന്ന് രാഹുൽ ഗാന്ധി. രാജ്യത്ത് സമ്പന്നനും ദരിദ്രനും തമ്മിലെ അന്തരമേറുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ. വർഗീയ ചേരിതിരിവിനു വേണ്ടി സർക്കാർ പുലർച്ചെ 3 മണിവരെ സഭ നടത്തി. വിമർശനം വഖഫ് നിയമ ഭേദഗതിയിലെ ചർച്ച ചൂണ്ടിക്കാട്ടി. ഉത്തരാഖണ്ഡിൽ 15 തടവുകാർക്ക് HIV ബാധ സ്ഥിരീകരിച്ചു. ഹരിദ്വാർ ജില്ലാ ജയിലിൽ കഴിയുന്ന തടവുകാർക്കാണ് എയ്ഡ്സ് ബാധ സ്ഥിരീകരിച്ചത്. 2 ദിവസം മുമ്പ് നടത്തിയ പതിവ് ആരോഗ്യ പരിശോധനയിലാണ് വൈറസ് ബാധ കണ്ടെത്തിയത്. നോക്കാവിനി രാജ്യാന്തര വാർത്തകൾ. ട്രംപിന്റെ തീരുവ പ്രഖ്യാപനത്തിൽ വിമർശനവുമായി UN. വ്യാപാര യുദ്ധത്തിൽ ആരും വിജയിക്കില്ല എന്ന് സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേറസ്. തീരുമാനം പിൻവലിക്കണമെന്ന് ട്രംപിനോട് ആവശ്യപ്പെട്ട് ഫ്രാൻസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ പ്രഖ്യാപനത്തിന് പിന്നാലെ അമേരിക്കൻ വിപണിയിൽ ഇന്നും ഇടിവ്.
ഡൗ ജോൺസ് സൂചിക 320 കുറവ് പോയിന്റിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ഔഷധ മേഖലയ്ക്കും തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഉൽപാദനം അമേരിക്കയിലേക്ക് മാറ്റാൻ സഹായിക്കുമെന്ന അവകാശവാദം. ഔഷധ വിതരണ ശൃംഖലകളിൽ ഭൂരിഭാഗവും പ്രവർത്തിക്കുന്നത് ചൈന, ഇന്ത്യ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ. ഗസയിൽ ആക്രമണം തുടർന്ന് ഇസ്രയേൽ. 24 മണിക്കൂറിനിടെ 26 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഗസയ്ക്കെതിരെയുള്ള ഇസ്രയേലിന്റെ ഉപരോധം അവസാനിപ്പിക്കണമെന്ന് UN. ചൈനയിലെ ചെങ്ഡയിൽ നഴ്സിംഗ് ഹോമിൽ തീപിടുത്തം. അപകടത്തിൽ 20 പേർ മരിച്ചതായി റിപ്പോർട്ട്. തീപിടുത്തത്തിന്റെ കാരണം അവ്യക്തം. പരിക്കേറ്റവരെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രികളിലേക്ക് മാറ്റി. 12,500 വർഷം മുമ്പ് വംശനാശം സംഭവിച്ച ഡയർവൂൾഫ് എന്ന ചെന്നായ വിഭാഗത്തെ പുനഃസൃഷ്ടിച്ച് ശാസ്ത്രജ്ഞർ. ടെക്സാസ് ആസ്ഥാനമായ ക്ലോസെൽ ബയോസയൻസ് എന്ന കമ്പനിയാണ് ജനിതക എഞ്ചിനീയറിംഗിലൂടെ നേട്ടം കൈവരിച്ചത്. ഗെയിം ഓഫ് ത്രോൺസ് എന്ന വെബ് സീരീസിലൂടെ ശ്രദ്ധ നേടിയതാണ് ഡയർവൂൾഫുകൾ. കിഴക്കൻ യുക്രൈനിലെ ഡൊണാറ്റ്സ്ക് മേഖലയിൽ റഷ്യൻ സൈന്യത്തിന് വേണ്ടി പോരാടുകയായിരുന്ന 2 ചൈനീസ് പൗരന്മാരെ പിടികൂടി യുക്രൈൻ സൈന്യം. റഷ്യൻ സൈന്യത്തിലെ ചൈനീസ് സൈനികരുടെ എണ്ണം 2ൽ കൂടുതലാണെന്ന് ഇന്റലിജൻസ് സൂചിപ്പിച്ചതായി പ്രസിഡന്റ് വൊലോദിമിർ സെലൻസ്കി. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമായ സാന്റോ ഡൊമിംഗോയിലെ നിശാ ക്ലബിലെ മേൽക്കൂര തകർന്നുണ്ടായ അപകടത്തിൽ മരണം 98ആയി. പ്രവിശ്യ ഗവർണറും അപകടത്തിൽ മരിച്ചു. 150-ലധികം പേർക്ക് പരുക്ക്. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി ബിസിനസ് വാർത്തകൾ. സംസ്ഥാനത്ത് തുടർച്ചയായ 5 ദിവസത്തെ വിലയിടിവിന് ശേഷം സ്വർണ്ണവില വീണ്ടും ഉയർന്നു. ഗ്രാമിന് 65 രൂപ ഉയർന്ന് 8,290 രൂപയും പവന് 520 രൂപ കൂടി 66,320 രൂപയുമായി. പവന് 2,600 രൂപയോളം കുറഞ്ഞ ശേഷമാണ് ഇന്നത്തെ തിരിച്ചുകയറ്റം. ഇന്ത്യയിൽ നിന്നിപ്പോൾ ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്ന ബ്രാൻഡഡ് ഉൽപ്പന്നം ആപ്പിൾ ഐഫോൺ. മാർച്ചിൽ ആപ്പിൾ കയറ്റുമതി ചെയ്തത് 20,000 കോടി രൂപയുടെ ഐഫോണുകൾ. പ്രധാനമന്ത്രി മുദ്രാ യോജന 10 വർഷം പൂർത്തിയാക്കി. ഇതുവരെ ഈടുരഹിത വായ്പകളായി പദ്ധതി വഴി നൽകിയത് 33 ലക്ഷം കോടി രൂപ. 2015 ഏപ്രിൽ 8-ന് ആരംഭിച്ച പദ്ധതി പ്രകാരം 52 കോടി ഗുണഭോക്താക്കളാണ് രാജ്യത്തുള്ളത്. അമേരിക്ക താരിഫ് പ്രഖ്യാപിച്ചതോടെ 40% വരെ വില ഉയർത്താൻ പ്രമുഖ ബ്രാൻഡുകൾ. അമേരിക്കയിലുടനീളമുള്ള വസ്ത്ര അനുബന്ധ റീറ്റെയിലേഴ്സ് ഓഫറുകൾ വൈകിപ്പിക്കുകയോ മരവിപ്പിക്കുകയോ ചെയ്യുന്നതായും സൂചന. അതിനിടെ വിയറ്റ്നാമിൽ നിന്നും ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ താരിഫ് വർധനവ് പ്രാബല്യത്തിൽ. രാജ്യത്തെ ഗ്രാമീണ ബാങ്കുകളെ ലയിപ്പിക്കാനായി കേന്ദ്ര ധനമന്ത്രാലയം 20 വർഷം മുമ്പ് തുടങ്ങിയ ശ്രമങ്ങൾ ലക്ഷ്യത്തോടടുക്കുന്നു. ഒരു സംസ്ഥാനത്ത് ഒരു ഗ്രാമീണ ബാങ്ക് എന്ന പദ്ധതി മെയ് 1-ന് നടപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ഇതിന്റെ ഭാഗമായി രാജ്യത്തെ 11 സംസ്ഥാനങ്ങളിൽ കൂടി വ്യത്യസ്ത റൂറൽ ബാങ്കുകളുടെ ലയനം പൂർത്തിയായി. കൽക്കരി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ അമേരിക്ക. വൈദ്യുതി ആവശ്യകത വർദ്ധിക്കുന്നതിനനുസരിച്ച് ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള കരാർ ഒപ്പുവെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തുടർച്ചയായ 2ാം തവണയും റിപ്പോ നിരക്ക് 0.5% കുറച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പുതുക്കിയ നിരക്ക് 6%. ഭവന, വാഹന, വ്യക്തിഗത വായ്പാ നിരക്ക് കുറയും. വിപണിയിൽ കൂടുതൽ പണലഭ്യത ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് RBI. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ജയം ലക്ഷ്യമിട്ട് FC ബാഴ്സലോണ ഇന്ന് കളത്തിൽ. ക്വാർട്ടർ ഫൈനൽ ആദ്യപാദത്തിൽ എതിരാളികൾ ബൊറൂസിയ ഡോർട്ട്മുണ്ട്. PSG ആസ്റ്റൺ വില്ല പോരാട്ടവും രാത്രി 12:30-ക്ക്. ഈഡൻ ഗാർഡൻ സ്റ്റേഡിയത്തിലെ ക്യൂറേറ്റർക്കെതിരെ വിമർശനവുമായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നായകൻ അജിങ്ക്യ രഹാനെ. സ്പിന്നർമാരെ ഒട്ടും പിന്തുണയ്ക്കാത്ത പിച്ചാണ് ഒരുക്കിയതെന്നും കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ വിവാദമാകുമെന്നും രഹാനെ. IPL-ൽ പഞ്ചാബ് കിങ്സ് താരം ഗ്ലെൻ മാക്സ്വെലിന് പിഴ ശിക്ഷ. മോശം പെരുമാറ്റത്തിനാണ് മാച്ച് ഫീയുടെ 25% പിഴ ചുമത്തിയിരിക്കുന്നത്. ബാഴ്സലോണ താരം യമീൻ യമാലിനെ റാഞ്ചാൻ 2 കൽപ്പിച്ച മാഞ്ചസ്റ്റർ സിറ്റി. 275 ദശലക്ഷം യൂറോ ലെമീനായി മുടക്കാൻ ഇംഗ്ലീഷ് ക്ലബ്ബ് ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ. ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ കുതിപ്പ്. 4 സ്വർണം ഉൾപ്പെടെ 6 മെഡലുകളുമായി 1-ാം സ്ഥാനത്ത്. 3 സ്വർണമുള്ള ചൈനയാണ് 2-ാമത്. ജാവലിൻ ത്രോ ലോക ചാമ്പ്യൻ നീരജ് ചോപ്ര ദോഹ ഡയമണ്ട് ലീഗിൽ മത്സരിക്കും. മെയ് 16-നാണ് മത്സരം. നോക്കാം ഇനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. ആരാധകർ കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രം ബസൂക്കയുടെ പുതിയ ടീസർ പങ്കുവെച്ച് അണിയറ പ്രവർത്തകർ. ആക്ഷൻ രംഗങ്ങളും ഉൾപ്പെടുത്തി 1.12 മിനിറ്റ് ദൈർഘ്യമുള്ള ടീസറാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ചിത്രം നാളെ തിയേറ്ററുകൾ ഇളക്കിമറിച്ച സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ 2ാം വരവിലെ ജംഗിൾ ഫൈറ്റ് സോങ് പുറത്തുവിട്ട് എമ്പുരാൻ ടീം. വിഷുക്കാല ഓർമ്മകളുമായി പുറത്തിറക്കിയ കണിവെള്ളരി മ്യൂസിക്കൽ ആൽബം ശ്രദ്ധേയമാകുന്നു. അമർനാഥ് സംവിധാനം ചെയ്ത ഗാനം കലാഭവൻ രതീഷ് മാധവനാണ് ആലപിച്ചിരിക്കുന്നത്. CB കുര്യാക്കോസാണ് ഗാനരചന.
മോഹൻലാലിനൊപ്പമുള്ള ചിത്രം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച് തുടരും എന്ന ചിത്രത്തിന്റെ സംവിധായകൻ തരുൺ മൂർത്തി. ഇരുവരും തമ്മിലുള്ള സംഭാഷണമാണ് പോസ്റ്റിലുള്ളത്. പോസ്റ്റ് ഏറ്റെടുത്ത് ആരാധകർ. ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ആലപ്പുഴ ജിംഖാനയുടെ പ്രൊമോഷൻ പരിപാടിക്കിടയിലെ നടൻ നെസ്ലിന്റെ രസകരമായ കമന്റ് വൈറലാകുന്നു. ലഹരിക്കെതിരായ ബോധവൽക്കരണവുമായി നിമിഷങ്ങൾ എന്ന ഹ്രസ്വചിത്രം. എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ രാജ്കുമാർ തിരക്കഥ രചിച്ച ചിത്രം സംവിധാനം ചെയ്തത് ശ്യാം മംഗലത്താണ്. ചിത്രം ഒരുക്കിയത് S2 മീഡിയ പ്രൊഡക്ഷൻസും പൾസ് ഓഫ് തൃപ്പൂണിത്തുറയും ചേർന്ന്. സംവിധായകൻ സുനിൽ ഒരിടവേളയ്ക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന കേക്ക് സ്റ്റോറി എന്ന സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങി. സംവിധായകൻ സുനിലിന്റെ മകൾ വേദ സുനിലാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഏപ്രിൽ 19 ചിത്രം റിലീസ് ചെയ്യും. ചലച്ചിത്ര താരദമ്പതികളായ കലാഭവൻ നവാസും രഹനയും അഭിനയിച്ച വീഡിയോ ആൽബം മറന്നുവോ സഖി റിലീസായി. നോക്കാമിനി വൈറൽ ട്രെൻഡ്സ്. പാടവരമ്പത്തെ യുവാക്കളുടെ വീഡിയോ വൈറലായ പക്ഷിക്കൂട്ടത്തിന്റെ വീഡിയോ കാണാം. കണ്ടാൽ ഒറിജിനലാണെന്നേ പറയൂ. സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധയാകർഷിച്ച് ഒരു മിനിയേച്ചർ വീഡിയോ. നോക്കാമിനി ഫാക്ട് ചെക്ക്. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്ന നിരവധി വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാറുണ്ട്. ഇത്തരത്തിൽ തൃശൂർ ജില്ലയിലെ ചാവക്കാട് സിംഹമിറങ്ങി എന്ന തരത്തിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യത്തിൽ ഒരു പെൺസിംഹം മതിലിന് മുകളിൽ കയറി നിൽക്കുന്നത് കാണാം. എന്നാൽ ഇത് കേരളത്തിൽ നിന്നുള്ളതല്ല, കെനിയയിലെ ഒങ്കാറ്റാരംഗോയിലേതാണ്. നാളെ അറിയാം. രാജ്യാന്തര ചെസ് മത്സരം നാളെ മുതൽ കൊല്ലത്ത്. ഫാത്തിമ മാതാ നാഷണൽ കോളേജും കരുനാഗപ്പള്ളി നൈറ്റ് ചെസ് അക്കാദമിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ക്യാമ്പാണ് നാളെ ആരംഭിക്കുക. കൊല്ലം സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർപേഴ്സൺ നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥ സംഘം നാളെ ഗോത്രമേഖലകൾ സന്ദർശിക്കും. ഫോറസ്റ്റ് റേഞ്ചിലെ ആര്യങ്കാവ്, അച്ചൻകോവിൽ, മുതലത്തോട് എന്നീ ഗോത്രവർഗ മേഖലകളാണ് സന്ദർശിക്കുക. ആലത്തൂർ വെള്ളാനിക്കരയിൽ കാർഷിക പ്രദർശനം. കുനിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കാർഷിക പ്രദർശനം നടക്കുക നാളെ. കോഴിക്കോട് നാളെ പകൽ 8 മുതൽ 5 വരെ വൈദ്യുതി മുടങ്ങും. വൈദ്യുതി മുടങ്ങുക ത്രിവേണി, കാൽവരി ട്രാൻസ്ഫോമറുകൾക്ക് കീഴിൽ. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. തായ്വാനിൽ ഭൂചലനം 5.8 തീവ്രത രേഖപ്പെടുത്തി. ആളപായം ഇല്ല. തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തെ ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ കൊൽക്കത്ത ഹൈക്കോടതിയിൽ വാദം തുടങ്ങി. ഡയമണ്ട് ഹാർബർ സീറ്റിലെ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നതായി ചൂണ്ടിക്കാട്ടി ഹർജി നൽകിയത് BJP നേതാവ് അഭിജിത് ദാസ്. ന്യൂസ് പൂർത്തിയാവുകയാണ്.